നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ദൂതന്മാരെ പറ്റിയാണ്. ദൂതന്മാരെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വലിയ ഒരാശയം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്ന ചില ദൂതന്മാരെ നാം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക ദൂതന്മാരുടെ സാന്നിധ്യമായിരുന്നു, ദൈവിക ദൂതന്റെ സംരക്ഷണമായിരുന്നു നമ്മെ ഇത്രത്തോളം നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പഠിച്ചു വന്നത് പ്രത്യേകിച്ച് 3 പ്രധാനപ്പെട്ട ദൈവദൂതന്മാരെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ലൂസിഫർ, അത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പൈശാചികന്റെ പേരിൽ ഇന്ന് ലോകമാഗമനം സ്വാതന്ത്ര്യ ദൂതന്മാരും കെട്ടപ്പെട്ട ദൂതന്മാരും 2 തരത്തിൽ ആ ദൂതന്മാരായി തീരുവാനിടയായി, അതിനെപ്പറ്റി നമ്മൾ ആഴമായി പഠിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവമക്കൾക്ക് അനുകൂലമായി ദൈവം അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്ന 2 ദൂതന്മാരെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ദൂതന്മാര് ഗബ്രിയേൽ ദൂതനാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയൊക്കെ പല വ്യക്തികൾ പല കാര്യങ്ങളൊക്കെ ചോദിക്കുവാനിടയിൽ, പ്രത്യേകിച്ച് അതിൽ ഒരു ചോദ്യം ഉന്നയിക്കുവാനിടയായി തീർന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: ദൂതനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ദൈവമാണോ അതോ ദൈവവിശ്വാസികളാണോ എന്ന് ക്ലിയർ ആയിട്ട് പറയുവാൻ അവരൊരു ക്വസ്റ്റ്യൻ ഇടുവാനിടയായി തീർന്നു. നമ്മൾ പ്രസംഗത്തിൽ വരുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ദൈവമാണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ അപ്പോയിൻമെന്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകാറുണ്ട്. അതിനൊന്ന് ഒരു ക്ലിയർ ചെയ്യുവാൻ അവർ ചോദ്യം ചോദിച്ചു. അത് പ്രാരംഭത്തിൽ അതേപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ച ശേഷം സമയമുണ്ടെങ്കിൽ ഗബ്രിയേൽ ദൂതന്റെ പ്രാരംഭ അതിനടുത്തുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒരു ചോദ്യമാണ്, ദൂതൻ എന്ന് പറയുന്നത് നമ്മുടേതായ കാര്യാദികൾക്ക് വേണ്ടി നമ്മെ സഹായിക്കുവാൻ ദൈവം അപ്പോയിൻമെന്റ് ചെയ്തു എന്ന് പല സമയങ്ങൾ പറയുമ്പോൾ തന്നെ അത് നമ്മുടെ അടിമകളാണോ അതോ കർത്താവിൻ്റെ അടിമയാണോ, അല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്താൽ ദൂതന്മാർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള പലവിധമാകുന്ന ചോദ്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അവസാന ഭാഗം പഠിപ്പിക്കേണ്ട ഒരു ഭാഗമായിരുന്നു ദൂതന്മാരുടെ രൂപം ഉൾപ്പെടെ നമ്മൾ പഠിക്കേണ്ട ഭാഗമാണ്. അതിൽ ഒരല്പനേരം ടച്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദൂതന്റെ രൂപം എന്താണെന്ന് ആദ്യം ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. നമുക്കറിയാം, ചില ഭാഗങ്ങൾ ആ ഒരൊറ്റ വിഷയത്തിന് മറുപടി വേണമെങ്കിൽ ഒറ്റ വാക്യങ്ങൾ പറഞ്ഞു വിടാം. പക്ഷെ അതിനേക്കാൾ ആഴമായിട്ട് ആ വിഷയത്തിൽ പഠിക്കുവാൻ, പ്രത്യേകിച്ച് ഒത്തിരി പേർ പഠിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ദൈവമക്കളിൽ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നതിനെത്തുന്നു. ദൈവവചനം കേൾക്കുന്ന പലരും അതിന് അഭിപ്രായം ചോദിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. എന്നാൽ നമ്മളിന്ന് പകൽക്കാലം അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിന്റെ പ്രാരംഭഘട്ടമെണ്ണം ദൂതനൊരു രൂപമുണ്ടോ എന്നുള്ളതാണ്. ദൂതനൊരു രൂപമുണ്ടോ? എന്താണ് അതിന്റെ രൂപം? എന്താണ് ദൂതന്റെ ഭംഗി? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് വിവിധമായ ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വേദപുസ്തകത്തിൽ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ദൂതന്റെ രൂപം എന്ന വിഷയം മത്തായി സുവിശേഷം 22-ാം അധ്യായം 29 മുതൽ 30, 29-30 വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം 29-30 കഴിയുമെങ്കിൽ മൈക്കിലൂടെ വായിച്ച് നന്നായിരിക്കും. മതി. ഇവിടെ നമ്മൾ ദൂതന്മാരെ പറ്റി പറയാൻ വേണ്ടി അർഹതയുള്ള ഏറ്റവും ഒരു മഹത് വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനോട് ചില വ്യക്തികൾ തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മരണശേഷം ദൈവമക്കൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ യേശു കർത്താവ് ഒരു ദൂതനെ പറ്റി ഉപമയായി പറഞ്ഞ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. 29-ാം വാക്യം. പറഞ്ഞത്, അതെ, വിവാഹം കഴിക്കുന്നില്ല, മതി. ഇവിടെ പറയുന്നൊരു ഭാഗം, ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം
സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും, നാം എല്ലാവരുടെ ഏറ്റവും വലിയ മഹത്വ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ചില നന്മകൾക്ക് വേണ്ടിയോ ചില വിധമാകുന്ന പ്രയാസത്തിനു വേണ്ടിയല്ല. നിരന്തരമായ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് അത് നമ്മെ നിത്യതയെത്തിക്കുന്നു. അതാണ് യഥാർത്ഥ ഒരു ദൈവ മനുഷ്യന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇന്ന് കേൾക്കാൻ ദൈവദാസൻ പറഞ്ഞതായ രണ്ട് ഭാഗമാണ്. ഒന്ന്, നിരന്തരമായിട്ടുള്ള നന്മ അനുഭവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിന് ഒരുപാട് കാരണങ്ങൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ വിഷയവുമായി ചേർത്ത് വരുമ്പോൾ നിരന്തരമായി ദൈവ നന്മ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗീയമായ അനുഭവം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. തെളിവുണ്ടോ? ഒത്തിരി തെളിവുകളുണ്ട്. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ 10 കന്യകമാർ ഒരുക്കപ്പെട്ടത് മണവാളന്റെ വരവിന് വേണ്ടിയായിരുന്നു. പക്ഷേ 5 പേരുടേതായ ജീവിതത്തിൽ എണ്ണ നഷ്ടപ്പെട്ടു പോയത് അവർ തിരിച്ചറിയാതെ പോയി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു നിരന്തരമായ ശോധന ജീവിതത്തിൽ ഇല്ലാത്തത് കാരണം, നഷ്ടപ്പെട്ടതിന്റെ മഹത്വം തിരിച്ചറിയാതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു നിരന്തരമായ ഒരു ശുദ്ധീകരണം, നിരന്തരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കൗണ്ടിങ് ജീവിതത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ മണവാളൻ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നത്. വേദപുസ്തകത്തിൽ ആ ഉപമ ദൈവമക്കളായ നമ്മളോട് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നിരന്തരമായി ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേകമായ ഒരു ആരാധന സമയമോ, ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ സമയമോ, പ്രത്യേകമായ ഒരു കൂട്ടായ്മ സമയമോ ഉണ്ടാകേണ്ടതല്ല. ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് നിരന്തരമായിരിക്കണം. നിരന്തരമായി ആ ദൈവത്തിന്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനത്തിൽ ആശ്രയിച്ച് വചനത്തിൽ നിലനിൽക്കുന്നതായി തീരണം. അതിനെപ്പറ്റി വ്യക്തമായി കർത്താവിന്റെ ദാസൻ പറയുവാനിടയായി തീർന്നു. ഇവിടെയും നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നിരന്തരമായി ദൈവത്തോട് നിലനിന്ന് ദൈവത്തിന്റെ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടിയും ഈ ലോക നന്മയൊക്കെ അനുഭവിച്ചാലും ഇല്ലേലും അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാത്തൊരു വ്യക്തിയാണോ അപ്പന്റെ നാട്ടിൽ നാം എത്തപ്പെടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ജീവിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ ദൈവിക പ്രഭ അനുഭവിക്കുവാനിടയായി തീരും. ഇതാണല്ലോ ഒരു ക്രൈസ്തവ ചിന്തയുടെ മഹത്വകരമായ അനുഭവം എന്ന് പറയുന്നത്, ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൗലോസ് പറയുന്നു, വരാൻ പോകുന്ന നന്മകളെ ഓർത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ കഷ്ടതകൾ ഒരു സാരമില്ല എന്നെണ്ണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതികൂലങ്ങളും ഓരോ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വിടുവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം, വിടുവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം നമ്മെ നിലനിർത്തുന്നതിന് കാരണം വരാൻ പോകുന്ന നിത്യതയുടെ ഒരു ബോധ്യതയാണെങ്കിൽ ഓർക്കണം, ദൈവസഭ പോലും സ്വർഗത്തിലെ ദൈവം ഇവിടെ ഈ ലോകത്തിൽ സ്ഥാപിച്ചത് പോലും കൂട്ടായ്മയിലൂടെ ദൈവിക സന്തോഷം അനുഭവിക്കുവാനാണ്. നിരന്തരമായി ദൈവികമായ കൂട്ടായ്മ അനുഭവിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം ഭൂമി സഭയെ പോലും സ്ഥാപിച്ചത്. എന്തിനാ പരിശുദ്ധാത്മാവിനെ ഭൂമി നൽകിയെന്നറിയാമോ? നിരന്തരമായി കർത്താവിനോടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുവാനാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ആ ഒരു പ്രതീക്ഷയുടെ മഹത്വകരമായ ഒരു ചോദ്യമാണ് ശിഷ്യന്മാർ അവിടെ, അല്ലെങ്കിൽ പരീശന്മാരും സദൂക്യനും താരും ചോദിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ആ ചോദ്യത്തിന് മറുപടിയായി കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ മരണശേഷം ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയാണ് എന്ന് പലവിധമാകുന്ന ചിന്തകൾ വന്നപ്പോൾ യേശു കർത്താവ് തിരിച്ചു കൊടുത്ത മറുപടിയാണ് ഇവിടെ പറയുന്ന ഒരു ഭാഗം. നിങ്ങൾ മരണശേഷവും വിവാഹതുല്യമായ ജീവിതമായിട്ട് സ്വർഗത്തിൽ ജീവിക്കാമെന്ന് കരുതണ്ട. അങ്ങനെയല്ല. ദൈവം ആ സമയത്ത് ദൈവം നിങ്ങളെ ദൂതതുല്യമാക്കുന്നു എന്ന് യേശു കർത്താവ് പറയുവാനിടയിൽ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ?
ദൂത തുല്യമായ അനുഭവം, ദൂതന്റെ രൂപമാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നു, അവർക്ക് മനുഷ്യരെ പോലെ വിവാഹമായിട്ട് കഴിക്കുന്ന ഒരു അനുഭവത്തിലേക്കോ ജീവിത ശൈലിയിലേക്ക് പോകുവാൻ കഴിയുന്ന ഒരു അനുഭവമല്ല ദൂതൻ എന്ന് പറയുന്നു. ഒരു വാക്യം കൂടെ അതിന് ചേർത്ത് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് സുവിശേഷം 12-25 വാക്യം. മരിച്ചവരിൽ നിന്ന് ഉയർത്തുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. എന്നാൽ മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളിച്ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? മതി. ഇവിടെയും നമ്മൾ ഈ 2 വേദഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഒരു ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ മരണശേഷം എങ്ങനെയാകുമോ അതുപോലെയാണ് ദൂതന്റെ രൂപമെന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ള 3 ഘടകങ്ങളാണ് ദേഹം, ദേഹി, ആത്മാവ്. എന്നാൽ ദൂതന്മാർക്കും ഇതുപോലെ അനുഭവമുണ്ട്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അത് ഏതാണെന്നൊക്കെ നമ്മൾ തുടർമാനമായി നാം പഠിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ദൈവ മനുഷ്യൻ ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആ സംഭവിച്ച രൂപമാണ് ദൂതന്റെ രൂപമെന്ന് യേശു കർത്താവ് 2 വചനത്തിലൂടെ ഉറപ്പിക്കുവാനായി. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ഒന്നുകിൽ മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ കർത്താവിന്റെ നാളിൽ നാം എടുക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്തിൽ സംഭവിക്കാൻ പറ്റാവുന്ന 2 കാര്യമാണ്. ഒന്നുകിൽ നമ്മുടെ മരണമുഖാന്തരം അപ്പന്റെ നാട്ടിലെത്തും, അല്ല എങ്കിൽ നാം ജീവനോടെ ശേഷിക്കുന്നവരാണെങ്കിൽ അപ്പന്റേതായ വരവ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മൾ അക്ഷയരായി കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാനിടയായി തീരും. പക്ഷേ അക്ഷയമായി എടുക്കുമ്പോൾ തന്നെ ഈ ഭൗമ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുവാനിടയായി തീരും. ഓർക്കണം, ഈ ലോകത്തിലെ ഏതൊക്കെ തരത്തിലുള്ള പ്രയാസത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, ഏതൊക്കെ വൈഷമ്യകരമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ശരീരത്തിനകത്തുണ്ടെങ്കിലും നമ്മൾ ഭാരപ്പെടേണ്ട. എൻ്റെ അപ്പന്റെ നാട്ടിൽ പോയാൽ ഇതൊന്നും തന്നെ ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം എൻ്റെ യേശുവിൻ്റെ വരവിനെ വിളിച്ചു കാട്ടുകയാണ്. ഹല്ലേലൂയ. ശാസ്ത്രീയമായ സത്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ബൈബിളിനെ ശാസ്ത്രീയമായ സത്യങ്ങൾ കർത്താവിൻ്റെ വരവിൽ ആഴമായി പഠിക്കുന്ന ഒരു ദൈവദാസൻ നിലവാരത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ സകല സംഭവങ്ങളും എൻ്റെ അപ്പൻ്റെ വരവിനെ വിളിച്ചു കാട്ടുന്നു. ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ, ഈ ലോകത്തിലെ യുദ്ധക്കെടുതികൾ നോക്കിക്കേ. 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ സംഗതികൾ ചിന്തിച്ചു നോക്കിക്കേ. രാജ്യങ്ങൾ അനുകൂലമായത് പ്രതികൂലമാകുന്ന അനുകൂലം, ഇതെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചു കാട്ടുമ്പോൾ ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകഗതികൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം വ്യക്തമായി പറയുന്നു, ഇനി ഒരു 3-ാം ലോക മഹായുദ്ധത്തിന് മുമ്പേ എൻ്റെ യേശു കർത്താവ് വാനമേഘങ്ങൾ പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഒരു പരിധി വരെ നമുക്ക് പറയുവാൻ കഴിയും, നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ എൻ്റെ അപ്പന്റെ വരവിന് അതിസമയമില്ല, അതിവിദൂരമല്ല. നിശ്ചയമായി അത് സംഭവിക്കുവാൻ ഏറെ സാധ്യതയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതം നിലനിൽക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, ദൂതന്മാരെ പറ്റി പറയുകയാണ്. നമ്മൾ മരിച്ച ശേഷം എങ്ങനെയാണോ നമ്മുടെ ശരീരം എങ്ങനെയാകുമോ അതുപോലെയാണ് ദൂതന്റെ രൂപം. നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം? വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. മതി. ഇവിടെ എന്താണ് നാം മരിച്ചു കഴിഞ്ഞാൽ, ഒരു ദൈവ മനുഷ്യൻ മരിച്ച് സ്വർഗീയമായ അനുഭവം പ്രാപിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നൊരു ഭാഗം, മഹത്വമുള്ള
ശരീരത്തോട് അനുരൂപമാക്കുന്ന ഒരു അനുഭവമാണ്, ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ ഭാഗം, ഒരു ദൂതനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. മരണശേഷം ഹല്ലേലൂയ, നമ്മുടെ ശരീരം മൺമയമായ ശരീരമാണ്. ഈ ശരീരത്തിനകത്ത് രോഗമുണ്ട്, ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, കടഭാരമുണ്ട്, വേദനകളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ദൈവവചനം പറയുന്നു, നമ്മുടെ മൺമയമായ ശരീരത്തിനകത്തുള്ള ഈ മഹത്വകരമായ അനുഭവമല്ല, കർത്താവായ ദൈവത്തിന്റെ മഹത്വപൂർണമായ ശരീരത്തോട് ഏകീഭവിക്കുന്നതായി തീരുവാനിടയായി തീരും. അപ്പോൾ ഒരു ദൈവ പൈതന്റെ പ്രത്യാശ എന്നൊരു സാധാരണ പ്രത്യാശയല്ല. ഈ നമ്മുടെ ഈ ശരീരം മാറി എൻ്റെ അപ്പന്റെ ശരീരം പോലെ മഹത്വകേറിയ ഒരു അനുഭവത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ദൈവജനമാണ് നാം ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ഈ ലോക മനുഷ്യനെ പോലെ ലോകത്തിലെ വിഷയങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടേണ്ടവരല്ല, ലോകത്തിലെ വിഷയത്തിന് മുമ്പിൽ അടിയറ പറയേണ്ടവരല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അതുപോലെ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നാമതായി പറയുന്ന ഭാഗം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകുന്ന രൂപാന്തരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, അല്ലെങ്കിൽ ആ സ്തോത്രം, ദൈവോചനം തന്നെ ഇതിനോടൊപ്പം ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം, ചിലരൊക്കെ പറയാറുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്ന വാക്ക് എന്തുകൊണ്ട് ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നില്ല? കർത്താവ് ഇതാ വരുന്നു, 2024 വർഷത്തിനു മുമ്പേ പറഞ്ഞതാ. എന്താ സംഭവിക്കാത്തതിന് കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം നിവർത്തീകരിക്കപ്പെട്ട അനേക ഭക്തന്മാരുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നിമിഷ നേരം കൊണ്ട് ഭവനത്തിനകത്ത് നിന്ന് നല്ല ആഹാരം കഴിച്ച് നല്ല ആരോഗ്യമുള്ള പല വ്യക്തികൾ നിമിഷ നേരത്തെ അപകട മുഖാന്തരം, ഒറ്റ നിമിഷത്തെ സെക്കൻഡുകൾക്കകം തന്നെ ലോകം വിട്ടുപോയി എത്രയോ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ആ മനുഷ്യരെ ഓർത്തു നോക്കിക്കേ, നിമിഷ നേരം കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ഈ ശരീരത്തെ ഇവിടെ ഉരിഞ്ഞു വെച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് അവൻ പോകുന്ന അനുഭവം ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ മാനുഷികമായി നമ്മുടെ ജീവിതത്തിലും നിമിഷ നേരം കൊണ്ട് സംഭവിക്കുവാൻ സാധ്യതയുള്ളതാണ് മരണമെന്ന് പറയുന്നത്. ചിലരുടെയൊക്കെ ഭാവവും ചിലരുടെ മട്ടും ചിലരുടേതായ അഹങ്കാരമൊക്കെ കണ്ടാൽ വർഷങ്ങളോളം ജീവിക്കുന്ന മനുഷ്യരെ പോലെയാ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ചിലപ്പോൾ നമ്മുടെ ജീവിതം നിമിഷ നേരം കൊണ്ട് ഒതുക്കി സറണ്ടർ ചെയ്യേണ്ട ഒരു അനുഭവമെന്ന് നാം ഓർമ്മിച്ചു വേണം ഓരോ നിമിഷവും മുൻപോട്ട് പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നൊരു ഭാഗം, മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാനിടയായി തീരും. ഒരു വാക്യം കൂടെ വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 51 മുതൽ വാക്യം വായിച്ചിട്ട്, എന്താണ് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? 1, മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകുമണ്ണം രൂപാന്തരപ്പെടും. 2, അപ്പോൾ ഓർക്കണം, ഇവിടെ രണ്ടാമത്തെ ഭാഗം സംഭവിക്കുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ എന്ത് ചെയ്യണം? ധരിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ദ്രവത്വമുള്ള ഈ ശരീരം നാം വിട്ട് അപ്പന്റെ നാട്ടിൽ പോകുമ്പോൾ അദ്രവത്വമുള്ള ശരീരം പ്രാപിച്ചു വേണം അങ്ങോട്ട് പോകാൻ. ഓർക്കണം, ഈ ശരീരം ദ്രവത്വമുള്ളതാ. നമ്മുടെ മരണ വീടുകളിലൊക്കെയാണ് മിക്കവാറും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ദിനംതോറും വായിച്ച് പ്രത്യാശയോടെ അപ്പൻ്റെ നാട്ടിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ള ബോധ്യത വരുന്നത് ഈ വചനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ ദ്രവത്വമുള്ള ശരീരത്തെ മാറ്റി
അദ്രവത്വം എന്ന് പറഞ്ഞാൽ ഈ ദ്രവത്വമുള്ള ശരീരം മാറുന്ന അനുഭവമാണ് മരണം കൊണ്ട് സംഭവിക്കുന്നുവെങ്കിൽ, ദൂതന്റെ ശരീരം എന്ന് പറയുന്നത് ദ്രവത്വമുള്ള നമ്മുടെ ശരീരം പോലെയല്ല, അദ്രവത്വമുള്ള ഒരു ശരീരമാണ് ദൂതന്റെ ശരീരം എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഒരു കാര്യം ഓർക്കണം, ഇവിടെ അല്ലെങ്കിൽ സ്തോത്രം, ഈ ഒരു ശരീരം നമ്മുടെ ദ്രവത്വമായത് മാറി അദ്രവത്വമാവുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? ഈ ശരീരം, നമ്മുടെ ശരീരം മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ മൺമയമായ ശരീരം വിൺമയമാകുന്ന പ്രോസസ്സിംഗ് ആണ് മരണം കൊണ്ട് സംഭവിക്കുന്നത്. നമ്മുടെ അല്ലെങ്കിൽ സ്തോത്രം, ഇതിന്റെ ക്രിയേഷനെ പറ്റി, നമ്മുടെ ശരീരത്തിന്റെ ക്രിയേഷനെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. വായിച്ചു നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നു, ഈ ഭൂമിയിലെ പൊടിയായ അല്ലെങ്കിൽ പൊടി കൊണ്ട് ദൈവം എന്ത് ചെയ്യാണ്? മനുഷ്യന് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ശരീരം സൃഷ്ടിക്കപ്പെട്ടത് ഈ ലോകത്തിലെ പൊടി കൊണ്ടാണ്. ഈ പൊടിയായ ഈ ശരീരം, പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം ദ്രവത്വമുള്ളതാണ്. ഈ ദ്രവത്വമുള്ളതാണ് നമ്മുടെ മരണം കൊണ്ട് നീക്കപ്പെട്ട് അദ്രവത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീരുന്നത്. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം, അതിനെപ്പറ്റി ആഴമായി മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിച്ചു. ഓക്കെ, ഇവിടെ മരണത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൊടി പണ്ടത്തെ പോലെ തന്നെ അതെന്ത് ചെയ്യാണ്? അത് തിരികെ ചേരും. എന്ന് പറഞ്ഞാൽ ഈ ശരീരം, മണ്ണായ ശരീരത്തിന്റെ, ദ്രവത്വമുള്ള ഈ ശരീരത്തിന്റെ പൊടി അനുഭവം എല്ലാം എന്ത് ചെയ്യും? ഈ മണ്ണിലേക്ക് പതിക്കുവാനിടയായി തീരും. പക്ഷേ അതിലുള്ള ആത്മാവ് സ്വർഗീയമായ അനുഭവത്തിലേക്ക് പോകുവാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈ ശരീരം എന്ന് പറയുന്നത് ദ്രവത്വമുള്ളതാണ്. അദ്രവത്വമുള്ള അനുഭവത്തിലേക്ക് മരണം കൊണ്ട് നീക്കപ്പെട്ടുന്നത് പോലെയാണ് ദൂത ശരീരം എന്ന് പറയുന്നത്. പൊടി കൊണ്ട് നിർമ്മിതമായതല്ല, ദൈവികമായ ഒരു പ്രത്യേകമായ അനുഭവത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ അത് മാത്രമല്ല, മനുഷ്യ ശരീരത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവുള്ളത് പോലെ തന്നെ ദൂതന്മാർക്കും ദേഹവും ദേഹിയും ആത്മാവും ഉണ്ട്. നമുക്ക് സ്വർഗത്തിൽ ശരീരം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്കൊരു സ്വർഗത്തിൽ നമുക്ക് ശരീരമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ആത്മാവ് പോലെയൊക്കെ നമ്മൾ പ്രത്യക്ഷപ്പെടാൻ കഴിയുമെങ്കിലും നമുക്കൊരു ശരീരം ദൈവം തരും. അതൊക്കെ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ദ്രവത്വമുള്ള ശരീരം മാറി അദ്രവത്വമുള്ള ശരീരം നൽകി കർത്താവ് നമ്മെ മാനിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ ഇതുപോലെ ശരീരമുണ്ടോ? ഉണ്ട്. നമ്മൾ വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. മതി. ഇവിടെ കാണാൻ സാധിക്കുന്നു, ഈ ലോകപരമായിട്ടുള്ള ഭൗമഭവനം നഷ്ടപ്പെട്ടു പോയാലും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന സ്വർഗീയ അനുഭവത്തിൽ ഹല്ലേലൂയ ഒരു ഭവനം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭവനം എന്ന് പറയുന്നത് ശരീരം ഉൾപ്പെടുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭവനത്തിൽ താമസിക്കുന്നത്, ഒരു ശരീരത്തിന് താമസിക്കുവാൻ ഒരു ഭവനം ആവശ്യമാകിയാൽ എൻ്റെ കർത്താവ് ഓർക്കണം, ഈ ലോകത്തിൽ നമ്മൾ മരിച്ചു പോയാലും നമുക്കൊരു ശരീരം അത് ദൈവം നമുക്ക് ദാനമായി നൽകുവാനിടയായി തീരും. നമ്മൾ ദൂതന്മാരെ പറ്റി ഞാൻ പറഞ്ഞു വന്ന ഭാഗം വിട്ടുപോകരുത്. ഇതൊക്കെ പറഞ്ഞു വന്നതിന് കാരണം, യേശു കർത്താവിനോട് അല്ലെങ്കിൽ ചില വ്യക്തികൾ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായി ദൂതന്റെ രൂപത്തെ പറ്റി പറയുമ്പോഴാണ് ഈ പറഞ്ഞ ഭാഗങ്ങൾ പഠിച്ചു വന്നത്. ദൂതനെ പറ്റി പഠിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ദൂത തുല്യമാകും എന്ന് പറഞ്ഞാൽ ദൂതന്റെ രൂപം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂതനെ പറ്റി പഠിക്കുമ്പോൾ ശരീരമുണ്ടെന്ന് പറയുമ്പോൾ ചുമ്മാ എന്ന് പറയുന്നല്ല, ചില ഭാഗങ്ങളിൽ വ്യക്തമായി മനുഷ്യനെ പോലെ തന്നെ ദൂതൻ വെളിപ്പെട്ട സാഹചര്യമുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം.
മതി. അതിന്റെ 12 വാക്യം കൂടെ വായിച്ചു നോക്കേ. മതി. നമ്മൾ തുടർന്നുള്ളതായ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, കരിവേലകത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നൊരു ദൂതനെ കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ ദൂതന് ഇരിക്കുവാൻ കഴിയും, ശരീരമുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ദൂതൻ്റെ ഭംഗി എന്ന് പറയുന്നത്, ആകാര രീതി എന്ന് പറയുന്നത്, ശരീര രീതി എന്ന് പറയുന്നത് മനുഷ്യനെ പോലെയുള്ള ശരീരം തന്നെയാണെങ്കിൽ തന്നെയും അദ്രവത്വമുള്ള ഒരു ശരീരമാണ്. നമ്മൾ അല്ലെങ്കിൽ ആ സ്തോത്രമല്ല, നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രം, ദൂതന് ശരീരമുണ്ട്. ആ ശരീരം നമ്മളെ മനുഷ്യ ശരീരം പോലെയല്ല, മനുഷ്യൻ മരണശേഷം സംഭവിക്കുന്നത് പോലെ ശരീരമാണ്. ഒരു 2 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇതിനെ ഉറപ്പിക്കുന്ന 2 വാക്യം കൂടെ. മത്തായി 28 2 വാക്യം. മതി. ഇവിടെയും പറയുന്ന ഭാഗം, ദൂതൻ യേശു കർത്താവിൻ്റെ അല്ലെങ്കിൽ 3-ാമത്തെ ദിവസ അല്ലെങ്കിൽ സ്തോത്രം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തന്നോട് സംസാരിക്കാൻ വന്ന, അല്ലെങ്കിൽ ആ ശവക്കല്ലറയിലേക്ക് കടന്നു വന്ന ശിഷ്യന്മാരോടും മറിയോടും സംസാരിക്കാൻ വേണ്ടി ഒരു ദൂതൻ ആ കല്ലുരുട്ടി മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാണ്? അവിടെ ഇരിക്കുകയാണ്, കല്ലിൻ്റെ പുറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, ദൂതന് ഒരു ശരീരമുണ്ട്. ഒരു ഭാഗം കൂടെ വായിക്കാം. 28-ാം അധ്യായം 3-ാം വാക്യം കൂടെ. മതി. ഇവിടെ ഈ ദൂതന്റെ രൂപത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ പല രീതിയിൽ പറയുന്നുവെങ്കിലും ഇവിടെ പറയുന്നൊരു ഭാഗം വ്യക്തമായിട്ട് അതിൻ്റെ ആകാര രീതി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ നമ്മൾ പഠിച്ചു വന്നൊരു ഭാഗം, അപ്പോൾ ദൂതൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലെ തന്നെ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു ദൂതൻ എന്ന് പറയുന്നത്. എങ്കിലും മനുഷ്യനുള്ളതുപോലെ ദേഹം, ദേഹി, ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെയും ഈ ഭൗമ ശരീരമായിട്ടുള്ള പാപമയമായിട്ടുള്ള ശരീരമല്ല ദൂതനുള്ളത്. ദൂതനുള്ളത് നമ്മൾ ഓർക്കണം, നമ്മൾ പാപം ചെയ്യുന്നതിന് കാരണം നമ്മുടെ ആത്മാവോ നമ്മുടെ ദേഹിയോ അല്ല, നമ്മുടെ ദേഹം കാരണമാണ്, ഈ ശരീരം കാരണമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പാപമയമുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, ഈ ശരീരമാകുന്ന ഈ ഉടുപ്പിനെ ഈ ഭൂമിയിലേക്ക് അഴിച്ചു വെച്ച് ഭൗമികമായ ശരീരം മാറ്റിവെച്ച് അഭൗമികമായ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ, കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ സംഭവിക്കുമ്പോൾ ഈ ശരീരം മാറി വേറൊരു ശരീരത്തിൽ പോകുമ്പോൾ പിന്നെ ഒരു പാപമയമായ ശരീരമല്ല, ദൂത തുല്യമായിട്ടുള്ള ശരീരമാണ് നാം പ്രാപിക്കുന്നു എന്ന് വ്യക്തമായി വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർക്കണം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദൂതന്റെ ഒരു സാധാരണ വ്യക്തിയെ പോലെ തന്നെ നിൽക്കുവാനും ചലിക്കുവാനും സംസാരിക്കുവാനും ഇടപെടുവാനും കഴിയും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടന്നു വരാം. ദൂതൻ ഹല്ലേലൂയ ആരുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷകരാണ്? അതിലുള്ള വാക്യം നമ്മൾ വായിച്ചു നോക്കാം. പെട്ടെന്ന് വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 14 വാക്യം. അപ്പൊ ഇവിടെ പറയുന്നൊരു ഭാഗം, ഹല്ലേലൂയ, ദൂതൻ എന്ന് പറയുന്ന വ്യക്തമായിട്ട് പറയുന്നു, ദൈവം അയക്കപ്പെട്ട സേവക ആത്മാക്കളാണ് ദൂതന്മാർ എന്ന് പറയും. നമ്മൾ അതിൻ്റെ തൊട്ടു മേളിലൊക്കെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ദൂതന്മാരെ പറ്റിയാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. അവരാരാണ്? ഹല്ലേലൂയ, ദൈവം അയക്കപ്പെട്ട ആത്മാക്കൾ. അപ്പോൾ ഓർക്കണം, ദൂതൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിമയോ മനുഷ്യൻ പറയുന്ന കാര്യമോ കേൾക്കേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴാണ് ഒരു മനുഷ്യൻ പറയുന്ന കാര്യം അനുസരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നിൽക്കുന്ന ദൂതന്മാരാണ് ഒരു ദൈവം മകൻ അല്ലെങ്കിൽ ആ വ്യക്തി പറയുമ്പോൾ അനുസരിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓർക്കണം, നമ്മുടെ ചുറ്റിലും ചുമ്മാ എന്നും ദൂതന്മാർ വരത്തില്ല.
എങ്ങനെ വരും? നമ്മുടെ ചുറ്റിലും ദൈവദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്താൽ അഭിഷിക്തരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയൊരു അഭിഷേകത്തിന്റെ തട്ടിലേക്ക് പോകണമെന്നല്ല, ഒരു മിനിമം ദൈവത്തെ അംഗീകരിക്കുകയും ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാവുകയും അങ്ങനൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംരക്ഷിക്കുവാൻ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവിക ദൂതന്മാരെന്ന് പറയുന്നത്. മനുഷ്യരുടെ അടിമകളല്ല, പക്ഷേ ദൈവ മക്കൾ പറഞ്ഞാൽ അതനുസരിക്കുവാൻ സന്തോഷത്തോടെ അവർ നിൽക്കുവാനിടയായി തീരും. നമുക്കറിയാം, ഈ ലോകത്തിലെ പോലീസുകാർ നമ്മുടെ അടിമയല്ല, പക്ഷേ അവർ നമ്മൾ വ്യവസ്ഥയോടെ നിന്നാൽ ഒരു രാജ്യത്തിന്റെ നിയമത്തിന് കീഴ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും. ഇതുപോലെയാണ് പിതാവായ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ദൂതന്മാർ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്വർഗീയമായ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഓർക്കണം, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചൊരു ഭാഗമുണ്ട്. ഗബ്രിയേലിനെ പറ്റി പറയുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന, മറിയോട് പറയുന്ന ഭാഗം, ഞാന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാരുടെ സാന്നിധ്യം എവിടെയാ? ദൈവസന്നിധിയിലാ. അപ്പം ദൈവിക രാജ്യത്തിൽ, ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്ന ദൂതന്മാർ ഒരു സാധാരണ മനുഷ്യന്റെ അരികത്ത് വരണമെങ്കിൽ ആ രാജ്യത്തിൽ അംഗത്വമുള്ളവനായിരിക്കണം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അപ്പോൾ ഓർക്കണം, ആ രാജ്യത്തിന്റെ അംഗമായിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു വ്യക്തിക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ദൂതന്മാർ സെയിം തന്നെയാണ്. ദൈവത്തിന്റെ രാജ്യത്തിൽ അഭിഷേകത്താൽ ദൈവികമായ കൽപ്പനയാൽ നാം ദൈവമക്കളാകുമ്പോൾ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒരു അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ, ദൈവസന്നിധി നിൽക്കുന്ന ദൂതന്മാർ നമുക്ക് വേണ്ടി സന്തോഷത്തോടെ നമുക്ക് വേണ്ടി സകല കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും. അപ്പോൾ നമ്മുടെ അടിമകളോ നമ്മൾ പറയുന്നത് കേൾക്കണമോ എന്നില്ല. എങ്ങനെ കേൾക്കാം? സന്തോഷത്തോടെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം പറഞ്ഞില്ല എങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിക്കുവാനിടയായി തീരും. അപ്പോൾ ഞാൻ ആ ചോദ്യത്തിന്റെ ആൻസർ വ്യക്തമായി മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. ദൈവദൂതന്മാർ നമ്മുടെ അരികത്ത് നിശ്ചയമായി ഒരു കോണം, ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ പറഞ്ഞതുപോലെ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ അരികത്തിരിക്കുന്ന ദൂതന്മാർ ആ കുഞ്ഞുങ്ങളോട് കൂടെ പോകുവാനിടയായി തീരും. കാരണം നമ്മൾ അഭിഷേകത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർ സന്തോഷത്തോടുകൂടെ തന്നെ ആ വിഷയത്തെ ഏറ്റെടുത്ത് ആ വിഷയത്തിന് പരിഹാരം കിട്ടുവോ ആ വിഷയത്തിനോട് വ്യക്തിയോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, നാം നിൽക്കുമ്പോൾ, നാം ജീവിക്കുമ്പോൾ, നാം ഓടുമ്പോൾ, നമ്മൾ കരയുമ്പോൾ, നമ്മൾ പല വേദനകൾ സഹിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ അരികത്ത് വരുവാൻ സന്നദ്ധതയുള്ള ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്ത ചില ദൂതന്മാരുടെ സാന്നിധ്യവും നാം തിരിച്ചറിഞ്ഞാൽ നാം ഒറ്റയ്ക്കുള്ള ഒരു ഭാഗം നമ്മൾ നകന്നു പോയി ദൈവത്താൽ നമ്മൾ സുരക്ഷിതമായി തീരുവാനിടയായി തീരും. ജീവിതത്തിൽ പലപ്പോഴും ദൂതന്മാർ നമ്മളെ വിട്ട് മാറിപ്പോകുന്ന അനുഭവമുണ്ട്. മാറിപ്പോകാറുണ്ടോ? മാറിപ്പോകാറുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ചില പരിശോധനകൾ കടന്നു വരുമ്പോൾ ഈ ദൂതന്മാർ അല്പം മാറി നിൽക്കും. പക്ഷേ അത് മാറി നിൽക്കുന്നല്ല, അതെല്ലാം വാച്ച് ചെയ്യുന്ന ഒരു സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യത്തിലാണ്. നമ്മളൊന്ന് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഓർക്കണം, പിശാചായവൻ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി അരികത്ത് വന്നപ്പോൾ ദൂതൻ എവിടെ നിന്ന് അല്പം
മാറി നിൽക്കുകയായിരുന്നു. ദൂതൻ ഇല്ല എന്നുള്ളതല്ല, മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ചില സമയങ്ങൾ എന്ത് ചെയ്യാണ്? മൗനമായി നിൽക്കേണ്ടി വരും. കാരണം എന്നറിയാമോ? ഒരു പിശാച് ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ച് പരീക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ വേണം. മനസ്സിലായോ? ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ, ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു ദൈവമകൾ പ്രയാസത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നു പോകത്തില്ല. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളുടെയിലും എന്റെ ദൈവം പറഞ്ഞിട്ട നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർക്ക് ഇവിടെ പറയുന്നൊരു ഭാഗം, യേശു കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പരീക്ഷകനായിട്ടുള്ള ദൂതൻ അടുത്തു വന്നപ്പോൾ, പരീക്ഷക ദൂതൻ അടുത്തു വന്നപ്പോൾ ഈ ദൈവികമായ ദൂതൻ ഒരല്പനേരം മാറിയിരുന്നു. കാരണം ഉത്തരവാദിത്വമുള്ളവൻ്റെ കരങ്ങളിലായിരിക്കുന്നേ. ഇന്ന് പകൽക്കാലം ഓർക്കണം, ചില സമയങ്ങളിൽ ദൂതന്മാരുടെ സാന്നിധ്യമൊക്കെ അകന്നുപോയ നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പലപ്പോഴും അന്ധത പോലെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവങ്ങൾ കടന്നു വരാം. ചിലപ്പോൾ കർത്താവേ എന്നെ നീ കൈവിട്ടു പോയോ എന്ന് പറയുന്ന അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷേ ദൈവമക്കളായ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യാശയായിരിക്കുന്ന അനുഭവം എന്നാണെന്നറിയാമോ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൂതന്മാരുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളപ്പോൾ തന്നെ ചില വിഷയങ്ങൾ കടന്നു വരുന്നത് എന്റെ ദൈവം അറിയാതെയല്ല, അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഓർത്ത് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഇവിടെ ശദ്രക, മേശ, അബേദ്നഗോ രാജാവിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. എന്നെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും എൻ്റെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? വിടുവിക്കാൻ കഴിയും. പക്ഷേ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഞാൻ എൻ്റെ അപ്പനെ വിട്ട് ഒരടി മാറത്തില്ല. ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സകലതും കരുതുവാൻ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യം നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മെ വിട്ടുപോയ സാഹചര്യങ്ങൾ ഒറ്റപ്പെടുന്നത് പോലെ ജീവിതത്തിൽ കടന്നു വരാം. അത് ഒറ്റപ്പെടുന്ന അനുഭവമല്ല, ദൈവദൂതന്മാരുടേതായ സംരക്ഷണ വലയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാം ആയിരിക്കുന്നുള്ള ബോധ്യത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായി വിജയം ഏറ്റെടുക്കുവാനിടയായി തീരും. ചില പ്രതികൂലങ്ങൾ വരുന്നത്, ചില തോൽവികൾ വരുന്നത്, ചില പരാജയങ്ങൾ വരുന്നത് അത് നന്മയ്ക്കാണെന്ന് നമുക്ക് ഇപ്പോഴറിയാൻ പറ്റിയില്ലെങ്കിലും കാലങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, അപ്പാ എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടതകൾക്കും നന്ദി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അതിവിദൂരമല്ല എന്ന് നാം മറന്നു പോകരുത്. ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും ചില വിഷയങ്ങൾ വരുമ്പോൾ പല തടസ്സങ്ങൾ വരും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ദൈവമാണോ ആ വിഷയത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ തടസ്സം ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല, സംഭവിച്ചാലും കൃത്യസമയത്ത് എത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഭാഗം, എൻ്റെ വിവാഹ സമയത്തിൽ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഭാര്യ പറയുന്നൊരു ഭാഗമാണ്. ഹല്ലേലൂയ, എൻ്റെ ചേട്ടൻ്റെ വിവാഹ ദിവസത്തിൽ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ ഹല്ലേലൂയ സ്തോത്രമല്ല മിനർബ അവിടെ വരികയാണ്. അവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാനിടയായി. ഒരുപാട് അവരുടെ വണ്ടി തന്നെ ഹല്ലേലൂയ സ്തോത്രം പഞ്ചറായി പോയ അനുഭവം പ്രിയപ്പെട്ട പറയുന്ന സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു നന്മയിലേക്ക് എത്തുന്നതിന് മുമ്പേ പല പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ കൃത്യസമയം ദൈവം എത്തിക്കേണ്ടതാണ്. എന്ത് ചെയ്യും? ദൈവം ചിലതെന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും. കാരണം എന്നറിയാമോ? അത് പോയാൽ അത് തകർച്ചയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തുവാനാണ്. ദൈവദൂതന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴും ദൈവദൂതന്മാർ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നമ്മെ സംരക്ഷിച്ച്, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നമ്മെ കൂടെ ഇരുന്ന്, നമ്മൾ ഇവിടെ മാത്രമല്ല കർത്താവിൻ്റെ വരവോളം നമ്മെ അവിടെ എത്തിക്കുന്നത് വരെ ഈ ദൂതന്മാർ നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ള ഉറപ്പ് ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ ജീവിതത്തിൽ വരുന്ന പ്രയാസം കൊണ്ട് തകരേണ്ട, പതറേണ്ട ആവശ്യമില്ല, തകർന്നു പോകേണ്ട ആവശ്യമില്ല. നിശ്ചയമായി ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാം. ആ ദൂതന്മാരുടെ സാന്നിധ്യം നമ്മുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും
വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഒരു കാര്യം ഓർക്കണം, പരീക്ഷകനായ സാത്താൻ യേശുവിൻ്റെ അരികത്ത് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ദൂതൻ ഒരല്പം മാറിയെങ്കിലും അത് കഴിഞ്ഞ ഉടനെ അവിടെ വേദപുസ്തകം പറയുന്നു, പരീക്ഷകൻ അകന്നു പോയപ്പോൾ തന്നെ ആ ദൂതൻ അവനെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. ദൂതൻ അവർക്ക് വേണ്ടി സംരക്ഷിച്ച് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, അവർ ദൈവമായതുകൊണ്ട് മാത്രമല്ല കർത്താവ് യേശു സംരക്ഷിച്ചത്, ഒരു ദൈവ പൈതല നിലവാരത്തിൽ ഒരു ദൈവ മകനെ സംബന്ധിച്ച് സാധാരണ മനുഷ്യനെ പോലെ നിന്നുകൊണ്ട് യേശു കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്ന ഭാഗമാണെങ്കിൽ ഓർക്കണം, നമ്മെ സംരക്ഷിക്കുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യം അത്രത്തോളം വലുതാണ്. ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ദിവസം നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകൾ മൂടാം, നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ട അല്പനിമിഷം നമ്മൾ മൂടി. ഇന്ന് പകൽക്കാലം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം പറഞ്ഞുവെങ്കിലും അതിൽ പറയപ്പെട്ട അനേകം പ്രസക്തമായ ഭാഗം ഹല്ലേലൂയ ഓർക്കണം. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, ഈ ലോകത്തിലെ എല്ലാ പ്രാർത്ഥനകളും, ഈ ലോകത്തിലെ എല്ലാ മീറ്റിങ്ങുകളും, ഈ ലോകത്തിലെ എല്ലാവിധമാകുന്ന ആത്മീക പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവസഭയെ ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചതിന് കാരണം തന്നെ ഈ ലോകത്തിൽ കർത്താവിൻ്റെ വരവിൽ നമ്മെ എടുക്കപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിന് നമ്മെ തന്നെ ഒരുക്കുവാനാണ് ദൈവം ഈ ലോകത്തിൽ പല അനുഭവത്തിലൂടെ നമ്മെ കടത്തിവിടുവാനിടയായി തീരുന്നത്. ഈ ലോകത്തിൽ ഒരുപാട് നന്മകൾ നേടി, നല്ല ജോലികൾ നേടി, സകലതും നേടിയ ശേഷം നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്തിൽ എന്തൊക്കെ തന്നെ നേടിയെന്ന് പറഞ്ഞാലും 80, 70, 80 ഹല്ലേലൂയ 100 വയസ്സൊക്കെ ജീവിച്ച ശേഷം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞും നമ്മുടെ ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നാം പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിത്യകാലം കർത്താവിനോടൊപ്പം എത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം കേട്ടപ്പെട്ട വചനങ്ങളെപ്പോലെ നിരന്തരമായി ദൈവവചനത്തോട് കൂറുള്ളവരായി, ദൈവവചനത്തോട് അനുസരണമുള്ളവരായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ അപ്പൻ്റെ നാട്ടിൽ എത്തപ്പെടുവാനിടയാകത്തുള്ളൂ. ദൈവവചനം വ്യക്തമായി പറയുവാനിടയായി തീർന്നു. ഈ ലോകത്തിലുള്ള ഈ ശരീരം ദ്രവത്വമുള്ളതാണെങ്കിൽ, ഈ ശരീരം ഒതുങ്ങിപ്പോകുന്നതാണെങ്കിൽ, ഈ ശരീരം ബലഹീനമാണെങ്കിൽ, ബലഹീനമല്ലാത്ത അദ്രവത്വമുള്ള ഹല്ലേലൂയ ശാശ്വതമായിട്ടുള്ള ഒരു ശരീരം കർത്താവ് നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീരും. ആ ശരീരം പ്രാപിക്കുന്നതോളം ജീവിതത്തിൽ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകാം. ഇന്ന് പകൽക്കാലം ദൈവവചനം പറയുന്ന ഒരു ഭാഗമുണ്ട്. വിശ്വാസത്തോടെ നിൽക്കുന്ന, ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്ന ദൈവഭക്തന്മാരുടേതായ ജീവിതത്തിൽ ഈ ഭൗമികമായ ശരീരം മാറി, ഹല്ലേലൂയ, ഭൗമ ശരീരം മാറി, ഹല്ലേലൂയ, ഒരു നിത്യകാല ആത്മീയ ശരീരം പ്രാപിച്ച് അപ്പനോടൊപ്പം ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ നാം ദൂതർ തുല്യരായി കർത്താവിനോടൊപ്പം ജീവിക്കേണ്ടവരാണ്, ദൈവസന്നിധി ജീവിക്കേണ്ടവരാണ്. ആ ഒരു ഉറപ്പോടുകൂടി ദിവസങ്ങൾ നിന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവാസകാലം വളരെ ഭയഭക്തിയോടെ ആയിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്ക് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പറയാൻ പറ്റും, അപ്പാ, ആ ദ്രവത്വമുള്ള ശരീരം എനിക്ക് വേണം കർത്താവേ. എനിക്ക് ആ ശാശ്വതമായ ദൈവിക അനുഭവം എനിക്ക് വേണം കർത്താവേ. അനേകം സഭകൾ, അനേകം ജീവിത കൂട്ടായ്മകൾ പലതും ആത്മീക കാര്യങ്ങളെ മാറ്റിമറിഞ്ഞ് ഭൗതിക ചിന്തകളിലേക്ക് പോകുമ്പോൾ പൈശാചികന്റെ ഏറ്റവും വലിയ പദ്ധതിയും അത് തന്നെയാ. പൈശാചികനും അവന്റെ ദൂതന്മാർ നിൽക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അനേകം വ്യക്തി പ്രഭാവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു അനുഭവമല്ല. ഇന്ന് മരിച്ചാൽ അപ്പൻ്റെ നാട്ടിൽ എത്തപ്പെടുവാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാം നിരന്തരം ദൈവവചനം ചേർത്ത് നിർത്തി നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള ചില മരണങ്ങൾ, പെട്ടെന്നുള്ള ചില ഹല്ലേലൂയ സ്തോത്രം അസുഖങ്ങൾ, പെട്ടെന്നുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, സുനാമി പോലെയുള്ള, കൊറോണ പോലെയുള്ള പല വ്യാധികൾ ജീവിതത്തിൽ പിടിക്കപ്പെടുവാൻ ഒരുപക്ഷെ നിമിഷ നേരങ്ങൾ മതി. ഒരുപക്ഷെ ദൈവത്തോട് നിലവിളിക്കുവാൻ പോലും, പ്രാർത്ഥിക്കുവാൻ പോലും ചിലർ പറയുന്നുണ്ട്, എൻ്റെ അവസാന സമയത്ത് ഞാൻ ഒന്ന് നിരപ്പ് പ്രാപിക്കാം. ഇല്ല, ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച പലർക്കും അങ്ങനെ സമയം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയേക്കാം, പക്ഷേ ആ ഭാഗ്യത്തിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാതെ ഈ ദിവസങ്ങൾ നിരന്തരമായി ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനൊരു വ്യക്തിക്ക് ഹല്ലേലൂയ ദൂത തുല്യമായ ശരീരത്തോടുകൂടെ കർത്താവിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ കഴിയും. ഇതിനേക്കാളും വൻ ഭാഗ്യം എന്തായി ലോകത്തിലുള്ളത്?
ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രത്യാശ എന്താ ഉള്ളത്? നമ്മുടെ പ്രത്യാശ ലോക പ്രത്യാശയല്ല. നമ്മുടെ പ്രതീക്ഷ ലോകപരമായ ഒരു വ്യക്തിയുടെ മുമ്പിലല്ല. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം മരിച്ചുപോയ യേശുവിനേക്കാളും മൂന്നാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥമായി തീരുവാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് മരിച്ചു പോകുന്ന ക്രിസ്തുവിനോടൊപ്പം തന്നെ ഉയർക്കപ്പെടുന്ന ക്രിസ്തുവിനോടൊപ്പം ചേരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മുടെ ശരീരം ഈ ലോകം വിട്ടു പോയാലും, നമ്മൾ ഈ മരണത്തിൽ നാം കീഴ്പ്പെട്ടു പോയാലും അതൊരു കീഴ്പ്പെടലല്ല, വേറൊരു രാജ്യത്തിലേക്ക് നാം പോകുന്നുള്ള ഉറപ്പാണ് നമ്മെ പ്രതീക്ഷയിൽ നിലനിർത്തുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാല ദൂതതുല്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പഴയ വിശുദ്ധന്മാർ പലരും തന്റെ മരണത്തിന്റെ അവസാന സമയങ്ങളിൽ പ്രാക്കളെപ്പോൾ ഞാൻ പറന്നിടവെന്നുള്ളതായ മനോഹരമായ പ്രത്യാശയുള്ള ഗീതങ്ങൾ പാടി കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി, ചുറ്റും നിർത്തി അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹ വചനങ്ങൾ പറഞ്ഞ്, അനേകം ദൈവവചനങ്ങൾ പറഞ്ഞ്, അവസാനം ഹല്ലേലൂയ പ്രത്യാശയുള്ള ഗാനങ്ങൾ പാടി ഈ ലോകം വിട്ടുപോയ പൂർവ്വപിതാക്കന്മാരെ പോലെ ഒരു മരണം എനിക്ക് തരണമേ എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ജീവിതത്തിലെ ചില നന്മകൾ നമ്മെ മാറ്റിമറിക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലമില്ല കർത്താവേ, എൻ്റെ അപ്പൻ്റെ നാട്ടിൽ എത്തപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദൂതതുല്യമായ ശരീരത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് നമുക്കൊരു സകല നന്മകളും തന്നില്ലേ? ഇനി അപ്പൻ്റെ നാട്ടിലേക്ക് എത്തപ്പെടുവാൻ എത്ര നാളെന്ന് ഓർത്തുകൊണ്ട് വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടുകൂടെ ദൈവവചനപ്രകാരം പൂർണ്ണമായി നിലനിന്നുകൊണ്ട് ദൈവസന്നിധിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ മൂടാം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധാനം സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പൽക്കാലം കേൾക്കപ്പെട്ട വചനം കർത്താവേ, ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്ന ദൈവിക ദൂതന്മാർ ദൈവ മക്കൾക്കു വേണ്ടി കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ദൂതന്മാരെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പാ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ ആ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. കർത്താവേ, കർത്താവെ, ഞങ്ങൾ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ കർത്താവെ ഗബ്രിയേലിനെ പറ്റി പഠിച്ചപ്പോൾ, കർത്താവെ, ഗബ്രിയേൽ ദൂതൻ തൻ്റെ ശരീരത്തെ തൊട്ടു എന്ന് വ്യക്തമായി ദൈവവചനം പറയുന്നു. ദൈവമേ, ദൈവദൂതന്മാർ ദൈവ മനുഷ്യന്റെ ശരീരങ്ങൾ തൊടുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കർത്താവെ, ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ചില പ്രത്യക്ഷമായ ചില അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവജനങ്ങളെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ, in the name of Jesus, താവേ, ആ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ അറിയട്ടെ. താവേ, ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൂതന്മാർ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ തലമുറകളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ദൈവദൂതന്മാർ ഉള്ളപ്പോഴും അപ്പ ഞങ്ങൾ ഇന്നുവരെ നിന്നത് കർത്താവിന്റെ കൃപയാലാണെങ്കിൽ, കർത്താവേ, ആ ദൂതന്മാരെ ഞങ്ങൾ ആത്മാവിൽ കാണട്ടെ. കർത്താവേ, അപ്പാ, ഈ ദിവസങ്ങൾ ഈ സഭ അങ്ങനെ ഒരു ആത്മീക അനുഭവത്തിലേക്ക് നയിക്കട്ടെ. കർത്താവേ, എന്നും കർത്താവെ പാൽ കുടിക്കുന്ന അനുഭവമല്ല, ആത്മീകത്തിൽ വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ദൈവസഭ ആത്മീകത്തിൽ വളരട്ടെ. കർത്താവേ, ദൈവസഭകൾക്കകത്ത് ആത്മീക ദർശനം വളരട്ടെ. കർത്താവേ, ദൈവാത്മാവ് ഞങ്ങൾ അതിലേക്ക് നയിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ഈ ദിവസങ്ങൾ, വരും ദിവസങ്ങൾ ഞങ്ങളുടെ സാക്ഷികൾ ഞങ്ങളുടെ ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു എന്ന് കേൾക്കത്തക്ക ചില സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ദൈവ ശരീരങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആത്മീക കർത്താവെ കണ്ണുകളെ തുറന്ന് കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ദൈവിക അനുഭവങ്ങൾ ഞങ്ങൾ കണ്ട കൃപയ്ക്കായി സ്തോത്രം. അക്ഷരികമായി ചില ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ റൂമുകൾക്കകത്ത് താവേ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ കാണട്ടെ. കർത്താവേ,
യേശുവിന്റെ നാമത്തിൽ കർത്താവെ, തലമുറകളെ ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റുന്ന സകല പൈശാചികന്റെ മണ്ഡലങ്ങളിൽ നിന്നും ഒരു പൂർണ്ണ വിടുതൽ കൽപ്പിക്കുമ്പോൾ തന്നെ കർത്താവെ, അവർ മുൻപോട്ട് പോകുവാൻ അവരെ സംരക്ഷിക്കുന്ന ദൂതന്മാർ അവർ ആത്മാവിൽ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഭയിലുള്ള ഓരോ വ്യക്തികളും കർത്താവെ, ഈ ദൂതന്മാരെ പറ്റി ഞങ്ങൾ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ അറിയട്ടെ, ഞങ്ങൾ കിടക്കുമ്പോൾ അറിയട്ടെ, ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അറിയട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയട്ടെ, ഞങ്ങളെ കൂടെ പോകുമ്പോൾ കർത്താവ്, ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഞങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കർത്താവെ, ലോകപരമായ കുട്ടിച്ചാത്താനെയും ലോകപരമായ പൈശാചികന്റെ മണ്ഡലങ്ങളെയും ഈ ലോകപരമായ മന്ത്രവാദങ്ങളുടെ ശക്തി കൊണ്ടുള്ള ഒരു പൈശാചികന്റെ മേഖലകളോ സ്പർശനങ്ങളോ അല്ല, സ്വർഗീയ ദൂതന്മാരുടെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ കണ്ട കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കായി സ്തോത്രം. ആത്മാവ് ഞങ്ങൾ ബലപ്പെടുത്തിയർക്കായി സ്തോത്രം. സ്വർഗം സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം.